ഒരു ക്രിസ്മസ് സ്പെഷ്യൽ കേക്ക് ഉണ്ടാക്കിയാലോ? ഐറിഷ് കോഫി കേക്കാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്പെഷ്യൽ കേക്കാണ്, എസ്പെഷ്യലി ക്രിസ്മസിന്. എന്തായിരിക്കും കാരണം എന്നറിയോ? അറിയാമെങ്കിൽ കാണുന്നതിന് മുന്നേ ഒന്ന് കമന്റ് ചെയ്തോളൂ. പിന്നെ ഈ ഒരു കേക്ക് എല്ലാവർക്കും ഉണ്ടാക്കാനായിട്ട് ഓവനും ബീറ്ററും ഒന്നും ഇല്ലാതെയാണ് ഉണ്ടാക്കുന്നത്. നമ്മൾ ഗ്യാസ് അടുപ്പിൽ ഒരു അലൂമിനിയം പാത്രത്തിലാണ് കേട്ടോ ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ഉണ്ടാക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്രീമും സ്പെഷ്യൽ ഐറിഷ് കോഫി സിറപ്പും ഒക്കെ വെച്ച് സോക്ക് ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. അപ്പോൾ നമുക്ക് കണ്ടാലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ നമുക്ക് ആദ്യം ഐറിഷ് കോഫി സിറപ്പ് ഉണ്ടാക്കാം. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലേക്കൊരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ വേണം കേട്ടോ എടുക്കാനായിട്ട്. അതിപ്പം ഏത് കോഫി വേണേലും എടുക്കാം. ഞാനിപ്പോൾ എടുക്കുന്നത് ബ്രൂ കോഫി പൗഡറാണ്. ചെറിയൊരു 5 രൂപയുടെ പാക്കറ്റ് വാങ്ങിച്ചിരുന്നാൽ മതി. ഇത് കുറച്ചൊന്ന് തണുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒന്നെങ്കിൽ വിസ്കി അല്ലെങ്കിൽ റമ്മ്, അങ്ങനെ ആൽക്കഹോളാണ് ചേർക്കുന്നത്. ഞങ്ങളിത് കഴിക്കാറില്ല കേട്ടോ, പക്ഷേ സ്പെഷ്യൽ കേക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചേർക്കാറുണ്ട്, അപ്പോൾ കഴിക്കും. അപ്പോൾ ആൽക്കഹോൾ ചേർക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഈ ഒരു സിറപ്പ് തന്നെ നമുക്ക് ഈ കേക്കിന് ഉപയോഗിക്കാം. ഞാനിപ്പോൾ ചേർക്കുന്നത് റമ്മാണ്. അതിലേക്ക് നമുക്ക് 3 ടേബിൾ സ്പൂൺ റമ്മ് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തെന്ന് വിചാരിച്ചിട്ട് നമുക്ക് അങ്ങനെ കിക്കാവുമോ, അങ്ങനെ തലയ്ക്ക് പിടിക്കുമോ, അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ല. അപ്പോൾ നമ്മുടെ ഐറിഷ് കോഫി സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പ്. ഇനി നമ്മൾ ചേർക്കുന്നത് 1 ടീസ്പൂൺ കൊക്കോ പൗഡർ. കൊക്കോ പൗഡറിന്റെയും അളവ് കൂടി പോകണ്ട. അപ്പം നമുക്കിതിന് ചോക്ലേറ്റിന്റെ ഒരു ഫ്ലേവർ വരും. നമുക്കിത് ഐറിഷ് കോഫിന്റെ ഒരു ഫ്ലേവർ അല്ലേ മുന്നിട്ട് നിൽക്കേണ്ടത്. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ ഇൻസ്റ്റന്റ് കോഫി പൗഡർ. ഇനി ഒരു 3 പ്രാവശ്യം അങ്ങ് അരിച്ചങ്ങ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ട് വരാനാണ്. ഈ ഐറിഷ് കോഫി എങ്ങനെയാണ് ഉണ്ടായതെന്നറിയോ? ഒരു ഫ്ലൈറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് കാലാവസ്ഥ വളരെ മോശമായപ്പോൾ നല്ല തണുപ്പുള്ള ഒരു രാജ്യത്ത് പെട്ടെന്ന് ഇറക്കേണ്ടി വന്നു. അപ്പം ആ തണുപ്പ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് ആ എയർപോർട്ടിലെ റെസ്റ്റോറൻറ്റിലെ ഷെഫ് ഉണ്ടാക്കി കൊടുത്ത കോഫിയാണ് ഐറിഷ് കോഫി എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു ഐറിഷ് കോഫി വെച്ച് നമ്മൾ ഐറിഷ് കോഫി കേക്ക് ഉണ്ടാക്കുകയാണ്. നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കാം. ഇനി നമുക്കൊരു ബൗള് നന്നായിട്ടൊന്ന് തുടച്ചെടുത്ത് അതിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലത്തെ വിസ്ക് വെച്ച് ഇളക്കാം, ഇല്ലെങ്കിൽ ബീറ്റർ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത്. നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസും കൂടെ ചേർത്ത് നല്ലതുപോലെ അടിച്ചൊന്ന് പതപ്പിച്ചെടുക്കാം. മുട്ടയുടെ സ്മെല്ലൊട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന പഞ്ചസാരയോടെ ചേർത്ത് നല്ലതുപോലെ അടിച്ച് പതപ്പിച്ച് നല്ല വൈറ്റ് കളറാക്കി എടുക്കാം. മിക്സിയിൽ ചെയ്യണമെങ്കിൽ മിക്സിയിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് സാധാരണ മിക്സിയിൽ നമ്മൾ ഒരുപാട് വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ, അതുപോലെ അടിച്ചെടുത്തിരുന്നാലും മതി. ഇപ്പം നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്കൊരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ട് അടിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് കുറേശ്ശെ ആയിട്ടിട്ടൊന്ന് മിക്സ് ചെയ്തങ്ങ് എടുക്കാം. 3 പ്രാവശ്യമൊക്കെ ആയിട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ എടുക്കുന്നത് ഒരു 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ്. 7 ഇഞ്ച് ആയാലും മതി. നല്ല ഹൈറ്റ് കൂടുതൽ ഉള്ള കേക്ക് വേണമെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചിൻ്റെ എടുക്കാം. എനിക്ക് കുറച്ചും കൂടെ തിൻ ലെയർ ആയിട്ടുള്ള കേക്കാണ് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് 8 ഇഞ്ച് എടുക്കുന്നതേ ഉള്ളൂ. കുറച്ച് ഓയിൽ ഒഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് ബട്ടർ പേപ്പറും കൂടെ വെച്ചങ്ങ് ഒന്നുകൂടെ ഒന്ന് ഓയിലാക്കി കൊടുക്കാം. ഇതിൽ ഓയിലാക്കുന്ന സമയത്ത് ഒരുപാട് ആക്കരുത് കേട്ടോ. അപ്പോൾ കേക്ക് അങ്ങ് വെന്ത് വരുമ്പം സൈഡൊക്കെ അങ്ങ് മൊരിഞ്ഞു പോകും. ചെറുതായിട്ടൊന്ന് ഗ്രീസ് ചെയ്താൽ മതി. ഇനി അവസാനമായിട്ട് കേക്ക് ബേക്ക് ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഒരു 1/2 ടീസ്പൂൺ വിനീഗർ കൂടെ ബാറ്ററിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കേക്ക് നല്ല സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ വിനീഗർ ചേർക്കുന്നത്. പുളിയൊന്നും ഉണ്ടാവില്ല, പേടിക്കുകയേ വേണ്ട ചേർക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കേക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എയർ ബബിൾസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്യൂർ വെച്ച് ഒന്ന് ഇളക്കി നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഓവൻ സെറ്റപ്പ് നല്ലതുപോലെ ചൂടായിട്ടിരിക്കുകയാണ്. ഒരു 5 മിനിറ്റായിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് ചൂടാക്കിയതാണ്. സാധാരണ അലൂമിനിയം പാത്രമാണ്. ഒരു റിങ്ങും ഇറക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഈ ട്രേ ഇതിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കാം. അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഒരു 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. ഓവനിലാണെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 to 25 മിനിറ്റ്സ് തന്നെ വെച്ചാൽ മതിയാകും. ഇപ്പോൾ ഒരു 30 മിനിറ്റ് ആയിട്ടുണ്ടോ? 25 മിനിറ്റ് ആയപ്പോൾ തുറന്നു നോക്കിയപ്പോൾ ആയിട്ടില്ലായിരുന്നു. അപ്പോൾ 30 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല അടിപൊളി കുട്ടപ്പനായിട്ട് റെഡി ആയിട്ടിരിപ്പുണ്ട്. നമുക്ക് സ്ക്യൂർ വെച്ചൊന്ന് കുത്തി നോക്കാം. അതിൻ്റെ മുകളിലൊന്നും പറ്റി പിടിച്ചിട്ടില്ല. നമുക്കിതങ്ങെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനിയും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് കൊടുത്തിരുന്നാൽ മതി. പിന്നെ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് 20-25 മിനിറ്റിനൊക്കെ മുന്നേ ഒന്നും തുറന്നു നോക്കരുത്. അപ്പോൾ കേക്കിൻ്റെ നടുഭാഗമൊക്കെ കുഴിഞ്ഞു പോകും.
അപ്പോൾ കേക്ക് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഡിമോൾഡ് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റ് കേക്കാണ്. നമ്മുടെ സിറപ്പും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ഗ്ലാസ്സിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ റമ്മ് ഒഴിച്ചു കൊടുക്കാം. റമ്മോ വിസ്കിയോ ഒഴിക്കാം. നമ്മൾ ഏതാണോ നേരത്തെ എടുത്തത് അത് തന്നെ എടുക്കാം. അതിലേക്കൊരു 1/2 ടീസ്പൂൺ കോഫി പൗഡറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമുക്കൊരു 2 കപ്പ് വിപ്പിംഗ് ക്രീം എടുക്കാം. അത് നന്നായിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഉണ്ടെങ്കിൽ ബീറ്റർ വെച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ വിസ്ക് ആയാലും മതി. ഇനി മിക്സിയിൽ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മിക്സിയിൽ ചെയ്യാം. മിക്സിയിൽ ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന ഐറിഷ് കോഫിയുടെ ആ ഒരു സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. അതോടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കുമ്പം ലൂസായി പോവില്ല, നല്ല തിക്കായിട്ട് തന്നെയാണ് വരിക. കുറച്ചും കൂടെ ഒന്ന് തിക്കായി വന്നിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം എപ്പോഴും നമ്മൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല തിക്കാക്കി എടുക്കണം. നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വിസ്കിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണം, വീണ് പോവരുത്. അതുപോലെ ആയിരിക്കണം അതിന്റെ ഒരു കൺസിസ്റ്റൻസി. എന്നാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കേക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം നമ്മുടെ കേക്കും സോക്ക് ചെയ്യാനുള്ള ഐറിഷ് കോഫി സിറപ്പും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രീമും ഒക്കെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ ഈ ഒരു ക്രീം കഴിക്കാനായിട്ട്. നമുക്ക് കേക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. ആദ്യം 3 ആയിട്ട് ലെയർ ചെയ്യുന്നുണ്ട്. മോൾ ഭാഗം പൊങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചൊന്ന് കട്ട് ചെയ്തങ്ങ് മാറ്റാം. ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആട്ടോ കേക്ക്. ഇനി നമുക്കിത് 3 ലെയറാക്കി അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇത് 3 പ്ലേറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ സിറപ്പ്, സ്പെഷ്യൽ സിറപ്പ് വെച്ച് അങ്ങ് സോക്ക് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ സോക്ക് ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഈ ഒരു കേക്ക് കഴിക്കാനായിട്ട്. ആ ഒരു ഐറിഷ് കോഫിയുടെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും. ആ ഒരു ചെറിയ റമ്മിന്റെ ചെറിയൊരു ഫ്ലേവർ വരും. റമ്മ് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട കേട്ടോ. ബാക്കിയൊക്കെ അതേപോലെ തന്നെ ചെയ്താൽ മതി. റമ്മിന്റെ പോർഷൻ മാത്രം അങ്ങ് ഒഴിവാക്കാം. എന്നാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. ഒരു കേക്കിന്റെ ബോർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നടുക്കേക്ക് കുറച്ച് ക്രീം ആക്കി കൊടുക്കാം. ഇത് നമുക്ക് ഫസ്റ്റ് ലെയർ വെച്ച് കൊടുക്കാം. നമ്മൾ സോക്ക് ചെയ്തതിന്റെ നേരെ തിരിച്ചങ്ങ് വെച്ച് കൊടുക്കാം. അടിഭാഗത്ത് നനഞ്ഞിട്ടില്ലെങ്കിൽ ആ ഭാഗവും കൂടെ ഒന്ന് നന്നായിട്ട് സോക്കായി കിട്ടുമല്ലോ. ഞാനിത് ടോപ്പിലുള്ള ലെയറാണ് ഏറ്റവും അടിയിൽ വയ്ക്കുന്നത്. ഇനി അതിലേക്ക് സിറപ്പ് ആക്കിയിട്ടുണ്ട്. ക്രീം ആക്കി കൊടുക്കാം. ക്രീം നല്ല തിക്കായിട്ട് തന്നെ ആക്കി കൊടുക്കാം. അതിലേക്ക് വേണമെങ്കിൽ ചോക്കോ ചിപ്സ് ചേർത്ത് കൊടുക്കാം. വൈറ്റ് ചോക്ലേറ്റ് ചിപ്സോ അല്ലെങ്കിൽ ഡാർക്ക് ചോക്ലേറ്റ് ചിപ്സോ ചേർത്ത് കൊടുക്കാം. ഞാൻ ഡാർക്കാണ് ചേർക്കുന്നത്. ഇല്ലെങ്കിൽ കാഷ്യൂനട്ട് ക്രഷ് ചെയ്തത് വേണമെങ്കിൽ ചേർക്കാം. ഒന്നും ചേർക്കണമെന്നില്ല. ഒന്നുമില്ലാതെ ആ ഒരു ജ്യൂസി ആയിട്ടുള്ള ആ ഒരു കേക്ക് കഴിക്കാൻ തന്നെ ടേസ്റ്റ് ചെയ്യാം. അടുത്ത ലെയർ വെച്ച് കൊടുക്കാം. ഞാൻ തിരിച്ചങ്ങ് വെക്കുകയാണ്. എൻ്റെ അടിഭാഗത്ത് അത്രയും അങ്ങോട്ട് സോക്കായിട്ടില്ല. അപ്പോൾ അവിടെയും കൂടി അങ്ങോട്ട് സോക്ക് ചെയ്ത് കൊടുക്കാം. ക്രീം ആക്കിയിട്ടുണ്ട്. ചോക്കോ ചിപ്സ് ഇട്ട് ഏറ്റവും അടിയിലത്തെ ലെയർ തിരിച്ചങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതും നന്നായിട്ടങ്ങ് സോക്ക് ചെയ്യാം. നമ്മൾ എടുത്തിരിക്കുന്ന സിറപ്പ് മുഴുവനും ഈ ഒരു കേക്കിൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ടോപ്പിൽ ക്രീം വെച്ച് ഒന്ന് കവർ ചെയ്തെടുക്കാം. സൈഡിലും ആക്കി കൊടുക്കാം. പാലറ്റ് നൈഫ് വെച്ച് തന്നെ ഒന്ന് കവർ ചെയ്തെടുക്കാം ആദ്യം. അതിനുശേഷം ഇതുപോലത്തെ സ്ക്രേപ്പർ ഉണ്ടെങ്കിൽ സ്ക്രേപ്പർ വെച്ച് ഒന്ന് കറക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല സെറ്റായിട്ട് കിട്ടും. ഇതൊക്കെ നമ്മൾ ചെയ്താണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ. കുറെ കാലം ചെയ്യാതിരിക്കുമ്പോൾ ശരിയാവാനും ബുദ്ധിമുട്ടാണ്. കുഴപ്പമില്ല, ഇത്രയൊക്കെ മതി. നമുക്ക് ഈ ഒരു കേക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ഒരു ഐറിഷ് കോഫിയുടെ ഒരു ഗ്ലേസ് ഉണ്ടാക്കുന്നുണ്ട്. അതാണ് ഇതിന്റെ മുകളിൽ ഒഴിക്കുന്നത്. 2 മണിക്കൂർ ഫ്രീസറിൽ വെക്കാൻ. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഗ്ലേസ് ഉണ്ടാക്കി തുടങ്ങിയാൽ മതി. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. നമുക്ക് ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കോഫി പൗഡർ, ഇനി ഒരു 1/4 ടീസ്പൂണിന്റെ പകുതി ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര, ഒരു 1/2 കപ്പ് വെള്ളം, ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കുറുക്കിയെടുക്കാം അടുപ്പത്ത് വെച്ചിട്ട്. ഇത് പഞ്ചസാര ചേർക്കുന്ന കണ്ടിട്ട് പേടിക്കണ്ട, മധുരമൊന്നും അധികമാവില്ല, പാകത്തിനുള്ള മധുരമാണ്. പിന്നെ ഈ ഒരു പോർഷൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അല്ലാതെ വേറെ ഏതെങ്കിലും ഡിസൈൻ ചെയ്യണമെങ്കിൽ അതിൻ്റെ മുകളിൽ വേറെ ഏതെങ്കിലും ഡിസൈൻ ചെയ്തിട്ട് എടുക്കാം. പക്ഷേ ഈ ഒരു ഗ്ലേസ് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ്. ഇതെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേക്കിന്. കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ, ഇല്ലെങ്കിൽ കട്ട കെട്ടും. നല്ല ഭംഗിയിൽ വരണം ഈ ഒരു ഗ്ലേസ്. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ വട്ടത്തിൽ കറക്കി കൊടുക്കാം. ഇപ്പോൾ ചൂടായി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറങ്ങ് മാറി വരും. നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്, നല്ല ഗ്ലോസി ഫിനിഷിങ് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം നല്ലതുപോലെ തിക്കാക്കി എടുക്കാം. നല്ല ബബിൾസ് ഒക്കെ വരുന്ന ഒരു തിക്നെസ്സിലെ അതുപോലെ ആയാൽ മതി. ഒത്തിരി അങ്ങ് തിക്കാവണ്ട, എന്നാലും അത്യാവശ്യം തിക്നെസ് വേണം. ഇത് മതി. ഞാനിത് ഓഫാക്കി കൊടുക്കുകയാണ്. നമുക്കൊരു ബൗളിലേക്ക് ഒഴിച്ച് ആ വലിയ ചൂടൊന്ന് മാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് നമുക്കൊരു 1/2 ടേബിൾ സ്പൂൺ റമ്മ് ചേർത്ത് കൊടുക്കാം. ഇത് എത്രയാ ചേർക്കുന്നതെന്ന് വിചാരിക്കണ്ട, നമ്മൾ ചെറിയൊരു സ്പൂണിന്റെ ചെറിയ പോർഷൻ മാത്രമേ ചേർക്കുന്നത്, ഒട്ടും അധികമാവില്ല. അതോടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തണുത്ത് വരട്ടെ. വിരല് മുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ടായിരിക്കണം കേക്കിന്റെ മുകളിലേക്ക് ഒഴിക്കുമ്പോൾ. അല്ല തണുത്തിട്ട് ഒഴിക്കരുതേ. നമുക്കൊരു പ്ലേറ്റ് വെച്ച് അതിന്റെ മുകളിൽ ചെറിയൊരു ബൗൾ എന്തെങ്കിലും വെച്ച് അതിന്റെ മുകളിലേക്ക് കേക്ക് വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഗ്ലേസ് ഒഴിക്കുന്ന സമയത്ത് ചിലപ്പോൾ പുറത്തോട്ടൊക്കെ ആയിപ്പോയിട്ടുണ്ടെങ്കിലോ നമുക്ക് ഗ്ലേസ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുന്ന സമയത്ത് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം. ചൂട് തിക്കായാലും കുഴപ്പമില്ല. നമ്മൾ റമ്മ് ഒഴിച്ചപ്പോഴത്തേക്കും കുറച്ചൊന്ന് ലൂസായി. ഇൻ കേസ് ഒരുപാട് ലൂസാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് ടൈറ്റ് ആക്കിയാൽ മതി. ഒന്ന് തിളപ്പിക്കുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ഒന്ന് തിക്കായിക്കോളും. അല്ലെങ്കിൽ കേക്കിന്റെ മുകളിൽ നിന്ന് മൊത്തം ഒലിച്ചങ്ങ് പോയി പോകും.
നമുക്ക് പതുക്കെ പാരറ്റ് നൈഫ് വെച്ച് പതുക്കെ ഒന്ന് തൊട്ട് കൊടുക്കാം. അപ്പം അതിപ്പോൾ അത് സൈഡിലേക്കൊക്കെ അങ്ങ് ഒലിച്ച് വന്നോളൂ ചെറുതായിട്ട്. അത് മതി. അത് തന്നെ നല്ലൊരു ഗ്ലേസിങ് എഫക്റ്റ് ഉണ്ട്. ഇതിലേക്ക് ചോക്കോ ചിപ്സ് ഉണ്ടല്ലോ, അത് അവിടെ എവിടെയായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്രിസ്മസ് അല്ലേ, മേരി ക്രിസ്മസ് കാർഡും കൂടെ വെച്ച് കൊടുക്കാം. ഇനി ഗോൾഡൻ ബോൾസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇത് തന്നെ ധാരാളം, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഈ ഒരു കേക്കിൻ്റെ വെയിറ്റ് വരുന്നൊരു 1.5 കിലോ വരുന്ന കേക്കാണ്. റേറ്റ് നമുക്കൊരു 1000 to 1500 വരെയൊക്കെ വാങ്ങിക്കാം. പിന്നെ കേക്കിൻ്റെ റേറ്റൊക്കെ നമ്മുടെ ആ ഒരു ഏരിയയിലുള്ള കേക്ക് ഷോപ്പുകളും ബേക്കറികളിലൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് ആ ഒരു റേറ്റിനനുസരിച്ച് നമ്മളും അങ്ങ് ഫിക്സ് ചെയ്താൽ മതി. പലരും റേറ്റൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ ഈ ഒരു കേക്കൊന്നും നമ്മൾ ഷോപ്പിൽ വിളിച്ച് ചോദിച്ചാൽ കിട്ടണമെന്നില്ല. കാരണം എന്ന് വെച്ചാൽ മിക്കവാറും ഷോപ്പുകളിലൊന്നും ഈ ഐറിഷ് കോഫി കേക്കൊന്നും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ക്രിസ്മസിന് പറ്റിയ ഒരു കേക്കാണ് കേട്ടോ. നമ്മളെ റമ്മൊക്കെ ഒഴിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഈ ഒരു കേക്ക് നല്ല ടേസ്റ്റുള്ള കേക്കാണ്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കണ്ടേ? കട്ട് ചെയ്തിട്ടുണ്ട്. പതുക്കെ എടുക്കാം. അടിപൊളി, നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ആ ഒരു ഗ്ലേസ് നല്ല ഭംഗിയാണ് കാണാൻ. പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല സോഫ്റ്റ് ആട്ടോ, നല്ല സോക്കായിട്ട് ഇരിക്കുന്നുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. ശരിക്കും ചവയ്ക്കേണ്ട ആവശ്യമേ ഇല്ല. വായിലിടുമ്പോൾ തന്നെ ഇങ്ങനെ ആ ഒരു ജ്യൂസ് ഇങ്ങനെ വായിലേക്ക് വരുന്നുണ്ട്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ഐറിഷ് കോഫീൻ്റെ ആ ഒരു സിറപ്പ്. പിന്നെ മേലത്തെ ആ ഒരു ഗ്ലേസും അതിനും ഒരു പ്രത്യേക ഫ്ലേവറാണ്. കേക്കും എല്ലാം അടിപൊളി. ക്രീമാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് ഉണ്ടാക്കി നോക്കണം. ഒരുപാട് പേര് മുമ്പേ ആവശ്യപ്പെട്ട ഒരു കേക്കാട്ടോ ഐറിഷ് കോഫി കേക്ക്. ഇപ്പോൾ ഒരു ക്രിസ്മസിന് ഉണ്ടാക്കാം എന്ന് കരുതി ഞാൻ മാറ്റി വെച്ചതായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ക്രിസ്മസ്. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.